വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിമതരില്ലാത്ത തെരഞ്ഞെടുപ്പാവും ഇത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി UDFന്റെ പക്കലാകുമെന്നും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ. 16 പേരാണ് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് The Mantra of Well-being. ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും 8 തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്തതയും. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും. സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ്, ചെമ്പക്കുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി, കുമിളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ UDF ചിത്രം പൂർണ്ണമായി. 24 വാർഡിലും UDFന്റെ കൈപ്പത്തി അടയാളത്തിലും അതോടൊപ്പം തന്നെ 7ാം വാർഡായ ടൗൺ വാർഡിൽ ഏണി ചിഹ്നത്തിലുമാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി LDFന്റെ പക്കലുള്ള പഞ്ചായത്ത് ഭരണസമിതി തിരിച്ചുപിടിക്കാനുള്ള സർവ്വസന്നാഹവും ഒരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് മുൻതൂക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ നൽകിയിട്ടുമുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ എല്ലാം കൃത്യമായി പെട്ടിയിൽ വീണാൽ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മണ്ഡലം പ്രസിഡന്റുമാരും മറ്റു നേതാക്കളും. എന്നാൽ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്കായുള്ള അന്തിമ ചർച്ചയും കൂടി നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പെരിയാർ, വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 22ാം വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ KK സുരേന്ദ്രനാണ് ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 7ാം വാർഡിൽ നിന്നും A സബീന, 23ാം വാർഡിൽ നിന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ഗീത നേശയൻ, 20ാം വാർഡിൽ അശ്വതി ദിവാകരൻ, ഗ്രാമപഞ്ചായത്ത് സിറ്റിംഗ് വാർഡായ 8ാം വാർഡിൽ പ്രവീൺ കുമാർ, 11ാം വാർഡിൽ ഷീബ റാണി, ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ അംഗം K മാരിയപ്പൻ 4ാം വാർഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ വരെ ഈ മത്സരരംഗത്ത് ഉണ്ട്. അത് ഡൈമൂക്കിലാണ്. 3ാം വാർഡിൽ Y സുരേഷ്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും HRP യൂണിയൻ നേതാവുമായ S ഗണേശൻ 14ാം വാർഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. വണ്ടിപ്പെരിയാറിന്റെ പ്രധാനപ്പെട്ട വാർഡായ 19ാം വാർഡിൽ കമല രവിയാണ്. 6ാം വാർഡിൽ R ഗണേശൻ, 2ാം വാർഡിൽ ജയപ്രഭ, 21ാം വാർഡിൽ വാണിപ്രിയ, 16ാം വാർഡിൽ മഹാദേവൻ തുടങ്ങി 16 പേരാണ് ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ബാക്കി 8 സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് പ്രവർത്തകർ എത്തിയത്. ബസ് സ്റ്റാൻഡിൽ സമാപിക്കുകയും തുടർന്ന് വരണാധികാരി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോയ് VTയുടെ പക്കലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കടന്നുവന്നുകൊണ്ടിരിക്കുന്ന UDFന്റെ 24 വാർഡിലെയും സ്ഥാനാർത്ഥി ഏകോപനമായി നിശ്ചയിക്കുകയും ഇന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നാമനിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. UDFന്റെ ഒറ്റക്കെട്ടായ ഒരു സഹകരണത്തിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും വണ്ടിപ്പെരിയാറിന്റെ വികസനത്തിന് വേണ്ടി UDF വോട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ 2 മണ്ഡലത്തിലില്ല, ഉള്ളത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അവരെ പറഞ്ഞ് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മണിമേഖല പ്രഖ്യാപിച്ചു. ബ്ലോക്കിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് എന്നുള്ള അനിശ്ചിതത്വവും നിലനിൽക്കുകയാണ്. പഞ്ചായത്തിൽ 15 മെമ്പർമാർ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF. വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുറുമാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളതും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളതും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.